മത്സ്യകൃഷിയിലും മികച്ച വിജയം സ്വന്തമാക്കി ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ യുവകർഷകൻ ഹമീദ് മാണിയിൽ ആഘോഷ നിറവിൽ നടന്ന കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് മണ്ഡലം എംഎൽഎ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ചെമ്മനാട് പഞ്ചായത്തിലെ യുവകർഷകൻ ഹമീദ് മാണിയിൽ 10 സെന്റ് സ്ഥലത്ത് 4 കുളങ്ങൾ നിർമ്മിച്ചാണ് മീൻ കൃഷി നടത്തിയത്. ആലുവയിൽ നിന്ന് അസാം വാള ഇനത്തിൽപ്പെട്ട 8000 മത്സ്യക്കുഞ്ഞുങ്ങളെ എത്തിച്ച് 2024 മാർച്ചിലാണ് കൃഷി ആരംഭിച്ചത്. ഫിഷറീസ് വകുപ്പിന്റെയും ചെമ്മനാട് പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ നടത്തിയ മീൻ കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ മണ്ഡലം എംഎൽഎ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്ത് ആരംഭിച്ച മത്സ്യകൃഷി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായ ഹമീദ് മാണിയിലിനെ എംഎൽഎ അനുമോദിച്ചു. ഇപ്പം ഞങ്ങൾ വിളവെടുപ്പ് എടുത്തത് തന്നെ ഒരു മത്സ്യം 2 കിലോ 2.5 കിലോനൊക്കെ വരും. ഇനിയും ഒരു 2-3-4 മാസം കൂടി അത് വെള്ളത്തിൽ തന്നെ വളരുകയാണെങ്കിൽ അതൊരു 3 കിലോ 4 കിലോ വരെ പോകുന്ന വലിയ മീനാണ്. ബംഗാളിലെ ഒരു നമ്മുടെ നെയ്മീൻ അഥവാ നമ്മുടെ അയക്കൂറ, ബംഗാളിലെ അയക്കൂറയാണ് ഈ മീൻ എന്നാണ് പറയുന്നത്. അത്രയും അപ്പോൾ ടേസ്റ്റി മീനാണ്, വലിപ്പമുള്ള മീനാണ്. അപ്പോൾ അതിന് ഈ കൃഷി പഠിച്ച് ചെയ്യാൻ മുന്നോട്ട് വന്ന ഹമീദ് ഇങ്ങനെ എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ വേണം, നിങ്ങൾ എന്നെ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചത് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ കൃഷി ആയതുകൊണ്ടാണ്. കോവിഡ് കാലത്താണ് ഇത് വ്യാപകമായി ആരംഭിച്ചത്. കോവിഡ് സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് കൃഷിക്കാരോട് മുഖ്യമന്ത്രിയും പറഞ്ഞു, നിങ്ങളെല്ലാം പല കൃഷിയിൽ പോകണം, മത്സ്യകൃഷിയും വ്യാപകമായി ചെയ്യണമെന്ന്. മത്സ്യകൃഷി വല്ലാണ്ട് വ്യാപിച്ചപ്പോൾ മത്സ്യം മാർക്കറ്റിൽ പോകാത്തൊരു നിലയും പിന്നീടുണ്ടായി. പക്ഷെ ഇതങ്ങനെ സംഭവിക്കില്ല. ഈ മത്സ്യത്തിന് നല്ല ഡിമാൻഡ് ഉണ്ട്, ആളുകൾ ഇത് വാങ്ങും. 15 വർഷമായി കാർഷിക രംഗത്ത് സജീവമായ ഹമീദ് നെല്ല്, പച്ചക്കറി, വാഴ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. സ്വന്തമായാണ് വിപണി കണ്ടെത്തുന്നത്. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായാൽ കൃഷിയിൽ നിന്നും മികച്ച വരുമാനമുണ്ടാക്കാൻ സാധിക്കുമെന്നും യുവകർഷകർ കൃഷിയിലേക്ക് വരാൻ തയ്യാറാകണമെന്നും ഹമീദ് പറയുന്നു. നിലവിൽ 2010 മുതൽ കൃഷി ചെയ്തുകൊണ്ടുള്ളതാണ് നെൽകൃഷി, വാഴകൃഷി. 2020 മുതലാണ് മീൻ കൃഷിയിൽ ഏർപ്പെട്ടത്. രാവിലെ മുതൽ അതിൽ തന്നെയാണ് കുടുംബം സജീവമായി എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി വരുന്ന യുവതലമുറ കൃഷിയിലേക്ക് ഏർപ്പെടണം എന്നാണ് എൻ്റെ ഉപദേശം. തീർച്ചയായും എനിക്കിപ്പോൾ നിലവിൽ 10 ടണ്ണോളം ഒരു വർഷത്തേക്ക് മീൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പൂർണ്ണമായിട്ട് നാട്ടുകാരിൽ നിന്നും നല്ല സപ്പോർട്ടാണ്, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നല്ല സപ്പോർട്ടാണ്, പഞ്ചായത്തിൽ നിന്നും നല്ല സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടാണ് എൻ്റെ എല്ലാ വിജയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം. സുഭിക്ഷ കേരളം പദ്ധതിയിലാണ് ഞാൻ നിലവിൽ നമ്മുടെ മീൻ കൃഷി തുടങ്ങിയത്. നല്ല വിജയമാണ്. ഇതിൻ്റെ വിറ്റുവരവ് ഞാൻ തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നുള്ളത്. ഓരോ ഏരിയയിലും പോയി നമ്മുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി ചെയ്യുന്നതാണ്. 5 സെന്റ് സ്ഥലത്ത് പോലും കൃഷി വിജയകരമാക്കാൻ സാധിക്കുമെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ 2020-24 വർഷത്തെ മികച്ച മത്സ്യകർഷകനുള്ള അവാർഡ്, ചെമ്മനാട് പഞ്ചായത്തിന്റെ മാതൃകാ യുവകർഷക അവാർഡ് എന്നിവ നേടിയ ഹമീദിന്റെ അഭിപ്രായം. നെൽകൃഷി നിലവിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം വാഴകൃഷി, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒരു വർഷത്തേക്ക് 1 ടണ്ണോളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വാഴയാണെങ്കിൽ ഏകദേശം ഒരു 200-300 വാഴ, ഒരു 10 ടണ്ണോളം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നിലവിൽ. ഇനി വരുന്ന യുവതലമുറയാണ് ഇതിന് പിന്നിൽ നല്ലോണം ശ്രദ്ധിക്കാനുള്ളത്. നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ വിഷാംശമുള്ള പച്ചക്കറിയാണെങ്കിലും മറ്റ് എല്ലാ വർഗ്ഗങ്ങളാണെങ്കിലും വിഷാംശമാണ്. അത് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചുകൂടാ? ചെറിയതാണെങ്കിൽ 5 സെൻറ്റുള്ള സ്ഥലത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിന് നല്ല സന്തോഷവും കാര്യങ്ങളും കിട്ടും തീർച്ചയായും ഈ കൃഷിയിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞെങ്കിൽ. ഭാര്യ നൂറുന്നീസ, വിദ്യാർത്ഥികളായ മക്കൾ അഫ്ര, ആയിഷ, ആദിയ, അഫ്ല എന്നിവരും കൃഷിയിൽ മികച്ച പിന്തുണയുമായി ഹമീദിനൊപ്പമുണ്ട്. ചാത്തങ്കൈ ജമായത്ത് വൈസ് പ്രസിഡന്റ്, ചെമ്പരിക്ക ഗവൺമെന്റ് UP സ്കൂൾ PTA പ്രസിഡന്റ്, ചെമ്പരിക്ക മദ്രസ PTA പ്രസിഡന്റ്, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസിംഗ്, കാസർഗോഡ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ഹമീദ് കൃഷിയിലും സമയം കണ്ടെത്തിയാണ് ജീവിതത്തിൽ വിജയഗാഥ തീർക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ ആയിഷ അബൂബക്കർ, അഹമ്മദ് കല്ലട്ര, മറിയമ്മ, മൈമൂന, അബ്ദുൽ റഹ്മാൻ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ചന്ദന ദിനകരൻ, പ്രൊമോട്ടർ ലതിക, ചെമ്പരിക്ക ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപിക സുജ മേഴ്സി ജോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് സംസ്ഥാന കമ്മീഷണർ അജിത് C കളനാട്, മുഹമ്മദ് കുന്നിൽ, MC ജലീൽ, BK ഷബീർ, ഇബ്രാഹിം പന്നിക്കുന്നിൽ, ഇബ്രാഹിം മാണിയിൽ, റാഫിസ, ചന്ദ്രൻ കൊക്കാൽ, സംഗീത് വള്ളിയോട്ട്, കരുണൻ ചെമ്പരിക്ക, സച്ചിൻ, ബഷീർ കുന്നിൽ എന്നിവരും മത്സ്യകൃഷി വിളവെടുപ്പിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.